അതിനുശേഷമാണ് ഒരു 84-ലൊക്കെയാണ് രാജാ സാറിന് ആദ്യമായിട്ട് പാടുന്നത്. അതിന് കാരണക്കാരൻ ഫാസിൽ സാറാണ്. ഫാസിൽ സാറിൻ്റെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടെന്ന് പറഞ്ഞ സിനിമയിലത്തെ പാട്ടും 1000 കണ്ണുമായി കിളിയേ കിളിയേ ആ പാട്ടൊക്കെ ആ സിനിമയിലായിരുന്നല്ലോ, നാദിയ മൊയ്തു. അപ്പം നദിയയുടെ വോയിസുമായിട്ട് എനിക്ക് എൻ്റെ വോയിസ് ചേരുന്നുണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാം ഈ സിനിമ ഇട്ട് കാണിച്ചപ്പോൾ രാജാ സാർ ചോദിച്ചു, ഇതാ ഒരു പുതിയ ശബ്ദം ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരത്തുള്ളൊരു കുട്ടിയാണ്. അപ്പം നദിയും ചെറുതും ഞാനും ചെറുത്, രണ്ടുപേരും ഏകദേശം സമപ്രായമാണോ എന്ന് എന്നെക്കാളും ചിലപ്പം ഇളയതായിരിക്കാം, ചെറുപ്പമായിരിക്കാം, എനിക്ക് വയസ്സറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ വോയിസ് ഏതെങ്കിലും ചേരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് രാജാ സാർ ഈ കുട്ടിയെ വരാൻ പറയൂ, ഒന്ന് വോയിസ് ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് വേണമെങ്കിൽ ഈ വോയിസ് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഫാസിൽ സാർ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. ഇനി ചെന്നൈയിൽ പോകുമ്പോൾ ഒന്ന് പോയി രാജാ സാറിനെ പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് എന്നെ കളിയാക്കി, രാജാ സാർ എന്നെ വിളിക്കാനോ എന്നൊക്കെ, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ, എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പറഞ്ഞു ഇല്ല, ഞാൻ തമാശ പറയുകയല്ല, പോയി കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെന്നൈ വന്നപ്പം ദാസേട്ടൻ്റെ മാനേജറായിരുന്ന ഒരു കുഞ്ഞുണ്ണിച്ചേട്ടനുണ്ട്, ഉണ്ണിച്ചേട്ടനാണ് എന്നെ രാജാ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്.